കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ചുവന്നുള്ളി ചതച്ചത്, പച്ചമുളക് നെടുകെ കീറിയത്, ചെറുതായരിഞ്ഞ തക്കാളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് കൂടുതൽ എടുക്കണ്ടേ, എന്നാലേ കറി കാണാനൊരു മൊഞ്ചും തിന്നാനൊരു ഗുമ്മും ഉണ്ടാവുള്ളൂ. കല്ലുപ്പ്, വെള്ളത്തിലിട്ട കുടംപുളി കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് ചേരണ വിധത്തിലുണ്ടല്ലോ തിരുമ്മി കൂട്ടിയും എടുക്കണം കേട്ടോ. ഇതിലേക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അങ്ങ് കലക്കി കൂട്ടിയിട്ട് നമുക്ക് അടപ്പ് കത്തിച്ച് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ചാറൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയും നോക്കിയിട്ട് പോരായ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറിക്ക് ഒരു ഇത്തിരി ഉപ്പിട്ട കുറവുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയില ഇട്ടിട്ട് കയ്യിൽ വെച്ചൊന്ന് മുക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതേ അങ്ങനെ നമ്മുടെ മീനൊക്കെ നല്ല തിളച്ച് മറിഞ്ഞ് വെന്തിങ്ങോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് അടപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ അയില മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.